നിങ്ങൾക്കെതിരെ ഒരു നാട്ടുകാരെ മുഴുവൻ ശല്യം ചെയ്തു എന്നുള്ള ഒരു കേസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ശരി. ആ അരിയും തിന്ന് അശാച്ചിനും കടിച്ച് പിന്നെ നായ്ക്ക് ഞാൻ മുറുമുറുപ്പ്. കോട്ടയം വൈക്കത്തെ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ വഴിതെറ്റി എത്തിയതാണ്. ഈ കാണുന്നതാണ് ഈ 5 സ്റ്റാർ ഹോട്ടൽ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലെ കെട്ടിടങ്ങളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലാണ് ഹോട്ടലിന്റെ നിർമ്മാണം. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഈ മൊയ്തീനിക്കാന്റെ ഓരോ തമാശകള്. അക്കരെ നിൽക്കണ പശുവിനെ കണ്ട് ഇക്കരെ നിൽക്കണ മൂരി മുക്കറയിട്ട പശുവിന് ചെന പിടിക്കില്ല. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലായി. ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്ന സത്യങ്ങൾ കേട്ടാൽ ബഹുമാനപ്പെട്ട കോടതി വരെ ഞെട്ടും. അല്ലെങ്കിൽ റോഡ് സൈഡിൽ ഇരിക്കുന്ന കെട്ടിടങ്ങളെ കണ്ട് ഇത് ഹോട്ടലാണോ എന്ന്, 5 സ്റ്റാർ ഹോട്ടലാണോ എന്ന് തെറ്റിദ്ധരിച്ച് കയറി ചെല്ലുന്നുണ്ട്. റൂമുണ്ടോ എന്ന് ചോദിച്ചു. ഇതും അങ്ങനെ എടുത്തതാണോ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. അകത്തിരുന്നു കൊണ്ട് തന്നെ സൺബാത്തിനും മഴ ആസ്വദിക്കാനും സൗകര്യമുണ്ട്. സംഭവം പൊളിഞ്ഞായിരുന്നു, നീ വെച്ചേരെ. എന്തോന്ന് പൊളിഞ്ഞു, നീ വെച്ചേ. പൊളിഞ്ഞു. ഇയാളും പൊട്ടനായിരിക്കും, താനും പൊട്ടനായിരിക്കും, പക്ഷെ ഞാൻ പൊട്ടനല്ല. മഴയൊന്ന് കനത്താൽ പിന്നെ നാച്ചുറൽ പൂളായും ഉപയോഗിക്കാം. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? 10 മിനിറ്റ് എനിക്ക് റെസ്റ്റ് വേണം. എന്റെ തല പെരുക്കുന്നു. കണ്ടംപററി സ്റ്റൈലിലാണ് ഹോട്ടലിന്റെ ഇന്റീരിയറും എക്സ്റ്റീരിയറും ചെയ്തിരിക്കുന്നത്. മേൽക്കൂരയോട് ചേർന്ന് പുല്ലും വളർത്തിയിട്ടുണ്ട്. കൗതുക ലേശം കൂടുതലാണ്. മാപ്പാക്കണം. ഇങ്ങനെ പോലെ കെട്ടുകഥ ഉണ്ടാക്കാൻ ഇത്ര വിദഗ്ധം മലപ്പുറം ജില്ലയിൽ വേറെ ഇല്ല. ഒരൊറ്റ തള്ളല. അപ്പൊ നിങ്ങൾ എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സർ. സ്കൂളിന്റെ മേൽക്കൂര തകർന്നതിന് പിന്നാലെ 2 പ്ലാസ്റ്റിക് പടുത ഓടിന് മുകളിൽ കെട്ടിയതാണ് ഇവിടെ നടന്ന ഏക 5 സ്റ്റാർ വികസനം. എന്നൊക്കെ പറയണെങ്കിലേ കണ്ണുപൊട്ടനായിരിക്കണം കാണുന്നവൻ. ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണം. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കള്ളെ, കാട്ടുകള്ളെ. സ്റ്റാർ ഹോട്ടലുകളുടെ നിലവാരം ഒന്നും തന്നെ വേണ്ട. ഇവിടെ പഠിക്കാനെത്തുന്ന വിദ്യാർത്ഥികൾക്ക് മഴ നനയാതെ ഒന്ന് ഇരുന്നാൽ മാത്രം മതി. മുതലാളി തള്ളി തുടങ്ങിയപ്പോഴേ എനിക്ക് തോന്നിയതാ ഇതിങ്ങനെയൊക്കെ അവസാനിക്കുന്നു. എടാ, പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾ പാരമ്പര്യമായിട്ട് പൊട്ടന്മാരല്ലേ? സാറേ ഒന്ന് കൈവെക്കാം. പിന്നെന്താ?